പോലീസ് നിയമന തട്ടിപ്പ് കേസിലെ പ്രതി ശരണ്യയുടെ രഹസ്യമൊഴിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഗുരുതര പരാമർശം. ആഭ്യന്തരമന്ത്രിയുടെ ആലപ്പുഴയിലെ ക്യാമ്പ് ഓഫീസിൽ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മൊഴിയിലുണ്ട്. തന്നെ ചെന്നിത്തലയുമായി ബന്ധപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൈസലാണെന്നും മൊഴിയിൽ പറയുന്നു. മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ ശരണ്യയുടെ രഹസ്യമൊഴി പീപ്പിൾ TV പുറത്തുവിട്ടു. ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പോലീസിൽ ജോലി വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ താനല്ല പ്രതിയെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസാണെന്നും കേസിലെ പ്രതി ശരണ്യ. ഹരിപ്പാട് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലാണ് ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസ് ജീവനക്കാരുടെയും പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തി മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം കായംകുളം ഡിവൈഎസ്പി തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും ചെന്നിത്തലയുടെയും ക്യാമ്പ് ഓഫീസിന്റെയും യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും പേര് പുറത്തു പറയരുതെന്ന് ക്രൈംബ്രാഞ്ച് എസ്പി ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ സൂചിപ്പിക്കുന്നു. പോലീസ് നിയമനത്തിനുള്ള കേരള പോലീസിന്റെ സീലും PSCയുടെ സീലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൊണ്ടുവന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉത്തരവുകളിൽ പതിച്ചതെന്നും ശരണ്യയുടെ 14 പേജുള്ള മൊഴിയിൽ സൂചിപ്പിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വേളയിൽ നമുക്ക് ആളുകളെ എത്തിക്കുന്ന ആളാണ് താനെന്ന് പറഞ്ഞാണ് ആഭ്യന്തരമന്ത്രിയെ തന്നെ പരിചയപ്പെടുത്തിയതെന്നും മൊഴിയിൽ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും കോടികളുടെ തട്ടിപ്പുകളിൽ ഇടപെട്ടതായുള്ള വാർത്തകളാണ് ഇതോടെ പുറത്തായിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.